കൃഷ്ണ ഗുരുവായൂരപ്പ. നാളെ ഇപ്പോൾ അത്തം 10-ന് പൊന്നോണം എന്നാണ്. അങ്ങനെയാണല്ലോ ചൊല്ല്. അത്തം തൊട്ടിട്ട് 10 ദിവസവും അതിനപ്പുറവും ഒക്കെ ഉള്ള പൂക്കളത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും സൂര്യഭഗവാന്റെ നക്ഷത്രമാണ്. അന്നാണ് സൂര്യഭഗവാന്റെ പിറന്നാളാണ്. അതാണ് ഏറ്റവും അന്ന് ജന്മനാളാണ്. അപ്പോൾ ശരിക്കും പൂവിടേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്തിനാ പൂവിടണമെന്നൊക്കെ അറിയാലോ. നമ്മുടെ എന്താ പറയുക, മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരം മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ മഹാബലിക്ക് കാണാൻ വരുന്നതാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഇത് ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവാണ്. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്. അതായത് അത്തം തൊട്ടിട്ട് നമ്മൾ പൂവിടണം. നമ്മൾ ചാണകമൊക്കെ മെഴുകിയ തറയിൽ ഇങ്ങനെ പൂവിടും. അതാണ് പതിവ്. അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ മാറി. മൊസൈക്ക് തറയിലൊക്കെ ആയി, ടൈൽസിൻ്റെ മുകളിലൊക്കെ ആയി. എന്നാലും ശരിക്കും പൂവിടേണ്ടതിനെ പറ്റിയിട്ടൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം തുമ്പയും മുക്കുറ്റിയാണ് പ്രധാന ഇനങ്ങൾ. എല്ലാ ദിവസങ്ങളിലും വേണം. ആദ്യത്തെ ദിവസം അതിനുണ്ട്. ചിത്തിരയ്ക്കാണെങ്കിൽ പ്രാധാന്യം വെളുത്ത പുഷ്പങ്ങൾ. ചോതി നാളിൽ പൂക്കളം മുക്കുറ്റിയാൽ നിറയണമെന്നാണ്. ഒക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും അങ്ങനെയൊക്കെയാണ് പറയൽ. വിശാഖത്തിന് വൃത്താകൃതിയിൽ പൂക്കൾ ഇടകലർത്തിയാണ് കളമൊരുക്കേണ്ടത്. അനീഴത്തിന് പൂക്കളം 5 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് 5 വരിയായി നിർമ്മിക്കണം. തൃക്കേട്ടയ്ക്ക് പൂക്കളം 6 നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാവണമെന്നാണ് വിശ്വാസം. മൂലത്തിന് മൂടുവോളം പൂവ് എന്നാണ് പറയുക. അതുപോലെ തന്നെ മൂലത്തിൻ്റെ പ്രത്യേകത വേറെയും പറയാനുണ്ടല്ലോ. മൂലം നാള് തൊട്ടിട്ട് വീട്ടിൽ പപ്പടം കാച്ചൽ തുടങ്ങണം എന്നാണ്. കാരണം സദ്യ തുടങ്ങായി എന്നർത്ഥം. ഇന്നിപ്പോൾ എല്ലാ ദിവസവും സദ്യയാണ്. എന്നാലും നമ്മൾ പഴമക്കാർ പറയുന്നതൊക്കെ കുറേയൊക്കെ കേൾക്കണമല്ലോ. അങ്ങനെ പൂരാടത്തിന് പൂരപ്പറമ്പ് വരെയെന്ന്. അപ്പോൾ ധാരാളം നീളമുള്ള പൂക്കളം വേണമെന്നാണ് പറയുക. കാക്കപ്പൂവാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഉത്രാട നാളിലായ സമൃദ്ധമായ പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കണം. തിരുവോണത്തിന് പിന്നെ പറയാനില്ല. ധാരാളം പൂക്കളുമായിട്ട് പൂക്കളത്തിൽ മഹാബലിയുടെ ഇഷ്ടപുഷ്പം തുമ്പ. അതേപോലെ ചാണകം മെഴുകിയ തറയിൽ തുമ്പയും തുളസിയൊക്കെ ഉണ്ട്. ഒറ്റ വരി തൊട്ടിട്ട് ഇങ്ങനെ തിരുവോണമാകുമ്പോൾ 10 വരിയാവും. അത്തത്തിന് 1 വരി, തിരുവോണമാകുമ്പോൾ 10 വരി എന്നാണ് പറയുക. അത്തപ്പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പന് എഴുന്നള്ളിപ്പ് ഇരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കിയിരുന്നത്. എന്നാൽ തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പൻ്റെ അടുത്ത് നിന്ന് പൂക്കളം ഒരുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട നിവർത്തിക്കായിട്ട് വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി അതിൽ തന്നെ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകി എന്നും അതിൽ പിന്നെയാണ് വീടുകളിൽ പൂക്കളം ഒരുക്കിയിട്ട് തുടങ്ങിയത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ആ ചക്രവർത്തിയായ മഹാബലിയെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടാണല്ലോ, ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഓരോ ദിവസം നമ്മളെ പ്രജകളെ കാണാൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുണ്ടായത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഓണം ഉണ്ടായതും. എങ്ങനെയായാലും നമ്മളെല്ലാവരും ആഹ്ലാദത്താൽ ആറാടി നിൽക്കുന്ന സമയമാണ് ചിങ്ങമാസത്തിലെ. എല്ലാം കൊണ്ടും കർഷകർക്കായാലും എല്ലാവർക്കും ഏറ്റവും സന്തോഷം പകരുന്ന സമയമാണ്. മലയാളികളുടെ ഏറ്റവും വലിയ ദേശീയ ഉത്സവം തന്നെയല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ. അത്തം തൊട്ടിട്ട് 10 ദിവസവും നല്ല ഓണങ്ങളായിരിക്കട്ടെ എല്ലാവർക്കും. തൃക്കാക്കര അപ്പനെയൊക്കെ പ്രതിഷ്ഠിക്കുക, അനുഗ്രഹമൊക്കെ വാങ്ങുക. എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം, ഓണാശംസകൾ കൂടി പറയുന്നു. ഹരേ കൃഷ്ണ.